എല്ലാവർക്കും ശിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ലൊരു ചിക്കൻ പെരളനാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതും വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി വളരെയധികം ഇഷ്ടപ്പെടും. മാത്രമല്ല ബാച്ചിലേഴ്സിന് പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതേ ഇതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതേ കുറച്ച് സവോള, അത് ഒരു സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക്, അത് ഇതേ അതിൻ്റെ ഉള്ളിലത്തെ തരിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതേ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതേ ഈ ഒരു ചിക്കനിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി നാരങ്ങ കഷ്ണത്തിൻ്റെ നീരാണ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പ്, അപ്പോൾ ഉപ്പ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ എന്നിട്ടൊന്ന് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, എല്ലാ ഇൻഗ്രീഡിയൻസും ആകുമ്പോൾ പിടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ ദേ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം, അതായത് ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ സവാള ഉണ്ടല്ലോ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലും കിടന്നിട്ടാണ് ഈ ചിക്കനും ഈ സവാളയൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഉണ്ടല്ലോ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതേ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പരുവത്തിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനൊക്കെ. അതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ഒരു വെളിച്ചെണ്ണയും അതിൽ കിടന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇത് നന്നായിട്ട് തന്നെ അതിൻ്റെ കണ്ട എണ്ണയൊക്കെ ഇങ്ങനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ആ ചിക്കനെ നമുക്ക് മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ ആദ്യം വറുത്ത് കോരാനാണ് ചെയ്യുക. നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് ഇതേപോലെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ അതിൻ്റെ കളറൊക്കെ നന്നായി മാറിക്കിട്ടും. നമുക്കാണെങ്കിൽ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിരിക്കും ചെയ്യും. കാരണം അധികമൊന്നും എണ്ണയൊന്നും ഇതിലേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരളൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാച്ചിലേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയായിരുന്നു. മാത്രമല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അത് നല്ല ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.